إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن الذين قالوا ربنا الله ഒരു കൂട്ടർ ആൾക്കാർ ഒരു വിഭാഗം ജനങ്ങൾ ഖാലു അവർ പറഞ്ഞു റബ്ബുന അല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹുവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് ഞങ്ങൾക്ക് ഏർപ്പാടുകൾ ചെയ്തു തരുന്നവൻ അല്ലാഹുവാണ് ഞങ്ങൾക്ക് ശ്വാസം നൽകുന്നവൻ അല്ലാഹു ഞങ്ങൾക്ക് വായു നൽകിയവൻ അല്ലാഹു ആഹാരം നൽകിയവൻ പാർപ്പിടം നൽകിയവൻ മക്കളെ നൽകിയവൻ ഏതെല്ലാം അനുഗ്രഹങ്ങൾ ഏതെല്ലാം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നോ ഇത് മുഴുവനും നൽകിയവൻ അല്ലാഹുവാണെന്ന് ഈ കൂട്ടർ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കൂട്ടർ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്നിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും അല്ലാഹുവാണ് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത്, പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത്, അല്ലാഹു തീരുമാനിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ അവൻ കഴിഞ്ഞുകൂടുകയും ജീവിതകാലം മുഴുവൻ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു കൂട്ടർ. പരിശുദ്ധമായ റമദാനാണ്, റമദാനിന്റെ 17-ാം രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിന് ബദറിന്റെ രണ്ടാംഗണത്തിൽ അല്ലാഹു വിജയം നൽകിയ ദിവസം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളായ സഹാബാക്കൾ അവരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവട സംഘത്തെ നേരിടാൻ വേണ്ടി പെട്ടെന്ന് തയ്യാറാകാൻ പറഞ്ഞ് വാഹനമുള്ളവർ മാത്രമായി പുറപ്പെട്ട ഒരു സംഘമാണ് ബദറിലേക്ക് പോയത്. അവർ പിന്നീട് പല കാരണങ്ങളാൽ ഒരു യുദ്ധത്തിലേക്ക് തിരിയേണ്ടി വന്നു, അഥവാ ഒരു യുദ്ധത്തിലേക്ക് അവരുടെ യാത്ര നയിക്കുകയുണ്ടായി. എങ്കിൽ അവരുടെ പക്കൽ കുറഞ്ഞ വാഹനങ്ങളും വളരെ കുറഞ്ഞ ആയുധങ്ങളും കുറഞ്ഞ ഏർപ്പാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹാബാക്കൾക്ക്. എന്നാൽ ശത്രുപക്ഷത്തുള്ളവർ വളരെ വലിയ ശക്തരായിരുന്നു. പക്ഷേ ഈ പക്ഷത്തുള്ള ഇസ്ലാമിന്റെ പക്ഷത്തുള്ള സത്യത്തിന്റെ പക്ഷത്തുള്ള സഹാബാക്കൾ അവർക്ക് ഒരു വലിയ ആയുധമുണ്ടായിരുന്നു. ആ ആയുധമാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അവർക്ക് അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാമും സൈന്യവും കൂട്ടരും ഓടി രക്ഷപ്പെടുന്നു. അവർ വന്ന് ഒരു നദിയുടെ, ഒരു പുഴയുടെ, ഒരു കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ആൾക്കാർ പറയുന്നു, ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മുടെ പിന്നിൽ ഇതാ ഫിർഔനും പട്ടാളവും വരുന്നുണ്ട്, മുമ്പിൽ ചെങ്കടലാണ്, കടലാണുള്ളത്, നമ്മൾ ഉറപ്പായും പിടിക്കപ്പെട്ടു, നമ്മൾ കുടുങ്ങി, പണി പാളി എന്നവർ പറയുകയുണ്ടായി. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ജനങ്ങളെ, കൂട്ടുകാരെ, സഹപ്രവർത്തകരെ, കാര്യം അപ്രകാരമല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അവിടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്, റബ്ബിനെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള കാര്യം, അള്ളാഹു എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. പിന്നീട് ചരിത്രം വിശാലമാണ്. അതുപോലെ തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ സന്ദർഭം നബിതങ്ങളും പ്രിയപ്പെട്ട കൂട്ടുകാരനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുവരും യാത്രയായി മദീനയിലേക്ക് വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ അവർ യാത്രയായി ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനും ഒരു ഗുഹയിൽ കഴിഞ്ഞുകൂടുകയാണ്. അതിനുള്ള ചരിത്രവും അതിന്റെ വിവരണങ്ങളും ഒക്കെ നമുക്കറിയാം. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു മടിയിൽ കിടന്നുറങ്ങുകയാണ്. ഈ സമയത്ത് ശത്രുക്കൾ ഇവർ നടന്നുപോയ കാൽപ്പാടിന്റെ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ അടയാളം വെച്ചുകൊണ്ട് ഇവർ കഴിഞ്ഞുകൂടുന്ന ഗുഹയിലെത്തി. ഈ ഗുഹയുടെ മുകളിൽ നിന്നുകൊണ്ട് ഇവർ എല്ലാ ഭാഗങ്ങളും വീക്ഷിക്കുന്നു. ഈ ഗുഹയ്ക്കകത്തിരിക്കുന്ന
അബൂബക്കറിനും റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഈ ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണത്തക്ക വിധം അവർ അടുത്തെത്തിയിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ വെപ്രാളമായി, ഇനി പിടിക്കപ്പെടുമല്ലോ എന്ന വിഷമത്തിലായി. അള്ളാഹു അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കാനുള്ള പല കാരണങ്ങളും അവിടെ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞു, മാ വന്നുക യാ അബൂബക്കർ ബിത്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, നിന്റെ വിചാരം എന്താണ്, നിന്റെ ധാരണ എന്താണ് രണ്ടാളെ കുറിച്ച്? ആ രണ്ടുപേരിൽ മൂന്നാമനായി അള്ളാഹുവാണുള്ളത്. അഥവാ പടച്ചവൻ തീരുമാനിക്കുന്ന കാര്യമേ ഇവിടെ നടപ്പാവുകയുള്ളൂ, അവർ നമ്മെ പിടികൂടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ബദറിലേക്ക് പോയ സഹാബാക്കൾ, അവരുടെ ആരോഗ്യം വളരെ കുറവ്, അല്ലെങ്കിൽ അവരുടെ ഏർപ്പാടുകൾ വളരെ കുറവ്. ശത്രുപക്ഷത്തുള്ളവർ എണ്ണമറ്റ നിലയിലുള്ള വാഹനങ്ങളും ആയുധങ്ങളുമായി കടന്നു വരികയാണ്. പക്ഷേ ഈമാനിന്റെ പക്ഷമാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 313 സഹാബാക്കൾ, മറ്റൊരു അഭിപ്രായം അനുസരിച്ച് 317, ചില അഭിപ്രായത്തിൽ 309, അങ്ങനെ പല വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇത്രയും സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം പുറപ്പെടുന്നു. അവർക്ക് കൈമുതലായി ഉണ്ടായിരുന്നു ആരാണ്? ഈ വരുന്ന ശത്രുക്കളുടെയും അവരുടെ ആയുധങ്ങളുടെയും അവരുടെ മനസ്സിനെയും മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർക്ക് മറ്റെല്ലാ ആയുധങ്ങളെക്കാളും വലുത് അത് മാത്രമായിരുന്നു. അതുകൊണ്ട് ബദരീങ്ങളായ സഹാബാക്കൾ അവർ ബദറിൽ വിജയിക്കുകയുണ്ടായി. അവരെ സഹായിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല 3000 മലക്കുകളെ, 5000 മലക്കുകൾ അള്ളാഹു സഫുകളായി ആകാശത്ത് നിറക്കി അവരെ സഹായിക്കുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങുന്നതിന് അടുത്ത സമയം വരെയും നബിതങ്ങൾ ദുആയിലായിരുന്നു. കാരണം നബിതങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇത് അള്ളാഹു തീരുമാനിക്കുന്നത് പോലാണ് നടക്കുന്നത്, പടച്ചവനാണ് നിയന്ത്രിക്കുന്നത്, അള്ളാഹുവിന്റെ തീരുമാനമേ നടപ്പാവുകയുള്ളൂ എന്ന ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ ബലഹീനരായിരുന്നപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ അവർ തയ്യാറായത്. ഈ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ബദരീങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വേറെ ചില്ലറ കാര്യങ്ങൾ ഓർക്കലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയലല്ല, അവരുടെ ജീവിതം നമ്മൾ പിൻപറ്റണം സഹോദരങ്ങളെ. അവരുടെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നത് മാത്രമല്ല, അവരുടെ ജീവിതം പിൻപറ്റാൻ സാധിക്കണം. അവരെങ്ങനെ ജീവിച്ചു, അവരുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു, അവർ ജനങ്ങളുമായി എങ്ങനെ ഇടപെട്ടു, അവരെങ്ങനെ കച്ചവടം ചെയ്തു, സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ, അവർ പലിശയുമായി ബന്ധപ്പെട്ടോ അതോ പലിശയിൽ നിന്ന് മാറി നിന്നോ, മാതാപിതാക്കളുമായി ചേർന്ന് കഴിഞ്ഞുകൂടിയോ അതോ അവരുമായി പിണങ്ങി കഴിഞ്ഞുകൂടിയോ, ഇവരുടെ ജീവിതം നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ നമുക്കും വിജയിക്കാൻ സാധിക്കും. ഇല്ല, ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു, പക്ഷെ ജീവിതത്തിൽ ബദരീങ്ങളെ പോലെ ജീവിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് തൽക്കാലം സമയമില്ല, ഞങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് സ്റ്റൈലുകളൊക്കെ ഉണ്ട്, കുറേ ചെറിയ ധാരണകളും വഴികളും ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ബദരീങ്ങളെ എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിലേക്ക് ചവിട്ടി മാറ്റിയവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഈമാനുള്ളവരാകിൻ, അല്ലാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചെടുക്കിൻ. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ വളരെ സങ്കീർണമായ സന്ദർഭങ്ങൾ ഹാജരായിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളുടെ ഓരോ കാര്യത്തിലും അവർ കൈവച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ അവസാനമായി മുസ്ലിമീങ്ങളുടെ മദ്രസകൾ, മസ്ജിദുകൾ, അവരുടെ ഖാൻഖാഹുകൾ, അവരുടെ എല്ലാ ഏർപ്പാടുകളിലും അവർ വഖഫിന്റെ മുഴുവൻ സ്വത്തുക്കളിലേക്കും അവർ കൈവെക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ധാരണയുമില്ലാതെ ഒരു ചിന്തയുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം സങ്കീർണമാക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിക്കണം, അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിക്കണം. അതാണ് ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ബദറിന്റെ പാഠം, ഉഹദിന്റെ പാഠം, ഹുനൈനിന്റെ പാഠം, ഖന്തഖിന്റെ പാഠം, ഓരോ യുദ്ധങ്ങളും ഓരോ പോരാട്ടങ്ങളും നമ്മളോട് പറയുന്നു, ഉടമസ്ഥനായ അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുമെങ്കിൽ നിങ്ങൾ എവിടെയും പരാജയപ്പെടുകയില്ല. അഥവാ നിങ്ങൾ എവിടെങ്കിലും ശത്രുവിന്റെ വാളിന് ഇരയായി മരിക്കപ്പെട്ടാലും, ബോംബുകൾക്കിരയായി നിങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെട്ടാലും ശരി,
നമ്മളുടെ ലക്ഷ്യമായ സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് സാധിക്കും. അഥവാ ഈമാനോട് കൂടിയുള്ള മരണം നമുക്ക് ലഭിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ബദറിന്റെ സന്ദർഭത്തിൽ അള്ളാഹു മുഅ്മിനീങ്ങളോട് ഉപദേശിക്കുന്നുണ്ട്, ഇദാ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. സൂറത്തുൽ അൻഫാലിലെ വാക്കുകളാണ്. ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, നിങ്ങൾ ഒരു സൈന്യത്തെ നേരിടുകയാണെങ്കിൽ, ഒരു കാര്യത്തെ നിങ്ങൾ നേരിടുകയാണ്, ഫസ്ബുതു, ഒന്നാമതായി നിങ്ങൾ ഉറച്ചു നിൽക്കിൻ, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കിൻ, അപ്പുറവും ഇപ്പുറവും ചാടാതെ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കിൻ, ഈമാനിൽ ഉറപ്പിച്ചു നിൽക്കിൻ. ക്രിസ്മസ് വരുമ്പോൾ അങ്ങോട്ട്, ഓണം വരുമ്പോൾ ഇങ്ങോട്ട്, എല്ലാത്തിലും ചാഞ്ഞും ചരിഞ്ഞും കഴിഞ്ഞുകൂടുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ വലിയ സാമൂഹിക പ്രവർത്തനമുള്ള അല്ലെങ്കിൽ മതേതരത്വമുള്ള മുസ്ലിമാണ്. ഇല്ല സഹോദര, ഇല്ല സഹോദരി. നമ്മൾ മക്കളെ ഓരോരുത്തരെയും ക്രിസ്മസിന്റെ പേരിൽ, ഓണത്തിന്റെ പേരിൽ അണിയിച്ചൊരുക്കി വിടുന്നു. അള്ളാഹുവിന് മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. എന്താണ് ക്രിസ്മസ്? അള്ളാഹുവിന് പങ്കാളിയുണ്ടെന്നും അള്ളാഹുവിന് പുത്രനുണ്ടെന്നും പിതാവാണെന്നുമുള്ള ത്രിയേകത്വത്തിന്റെ വിശ്വാസം അവർ ആഘോഷിക്കുന്ന ആഘോഷത്തിന് നമ്മളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഓരോ ഉമ്മമാരും സമാധാനം പറയേണ്ടി വരും, ഓരോ ഉപ്പമാരും സമാധാനം പറയേണ്ടി വരും. ഇതിന് ഒത്ത വേഷങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മമാരെ, അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. നിങ്ങൾ വിട്ട ഈ സ്നേഹിച്ച മക്കളുണ്ടല്ലോ, നാളെ വന്നിട്ട് പറയും, പടച്ചവനെ, ഈ വൃത്തികെട്ട മാതാപിതാക്കൾ, ഈ വൃത്തികെട്ട ഉമ്മയും വാപ്പയുമാണ് എന്നെ ദീനിൽ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് അവരെ ഒന്ന് മലത്തി കിടത്തിയാട്ടെ, ഞാനൊന്ന് നെഞ്ചത്ത് ചവിട്ടട്ടെ പടച്ചവനെ, ഇവർക്ക് എന്റെ ഇരട്ടി ശിക്ഷ നൽകണേ അല്ലാ. നിങ്ങൾ ചോര നീരാക്കി വളർത്തിയ മക്കൾ പറയും, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുലേക്ക് നല്ല നിലയിൽ യാത്രയാകാം. ഉറപ്പായിട്ടും മരിക്കും, പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. വേറെ ഒന്നും ഓടാൻ പറ്റില്ല, വേറെ എങ്ങോട്ടും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എവിടെ ഓടി രക്ഷപ്പെട്ടാലും പടച്ചവന്റെ ഭൂമിയിലെ നിങ്ങൾക്ക് ഓടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, നിങ്ങൾ ഈമാനിൽ ഉറച്ചു നിൽക്കിൻ. വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി പടച്ചവനെ ഓർക്കിൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കിൻ. അഹങ്കരിക്കരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് അഹങ്കരിച്ച് പെരുമാറരുത് സഹോദരങ്ങളെ. അല്ലാഹു പറയുന്നു, ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്കെങ്കിൽ വിജയം ലഭിച്ചേക്കാം. വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കും. നബിദിനം വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ പാട്ട്, ബഹളം, ഒച്ചപ്പാട് എല്ലാം ഉണ്ട്. പക്ഷെ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലില്ല. നബിതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇന്നത്തെ ഫാഷൻ ഇത് പറ്റുന്നില്ല, ഞങ്ങൾ മാറ്റി വെക്കുന്നു. നബിതങ്ങൾ പഠിപ്പിച്ച വസ്ത്രധാരണം ഞങ്ങൾക്ക് വേണ്ട. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മുടിയും ഒരു സ്ത്രീയും പുറത്തു കാണിക്കാൻ പാടില്ല. അത് അവരുടെ ഭർത്താക്കന്മാരോട് അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അള്ളാഹു തീരുമാനിക്കപ്പെട്ട അഥവാ ഹലാലായ ഇണകൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. മറ്റുള്ളവർ ആസ്വദിക്കേണ്ടതല്ല അവരുടെ സൗന്ദര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, നബിതങ്ങൾ അതൊക്കെ പറയട്ടെ, അതുകൊണ്ട് മാറ്റി വെച്ചാട്ടെ, തൽക്കാലം നബിദിനം നമുക്ക് ആഘോഷിച്ചിട്ട് പിരിയാം. ഇല്ല സഹോദര, നബിതങ്ങളുടെ സ്നേഹമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? നബിതങ്ങളുടെ ജീവിതം പകർത്തണം. പ്രിയപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പകർത്തണം, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റണം, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളിൽ നിന്ന് വേണ്ട പാഠങ്ങൾ, അവരുടെ വഴികൾ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ ജീവിതം പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതനുസരിച്ച് ജീവിക്കണം. നമ്മൾ എന്തെല്ലാം ന്യായം പറഞ്ഞാലും പുതിയ കാലഘട്ടമാണ്, ന്യൂ ജനറേഷനാണ്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. പക്ഷെ മരണം അത് ന്യൂ ആയാലും ഓൾഡ് ആയാലും നമ്മളിലേക്ക് വരും. അതെന്തായാലും വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പൊ പോയി ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ മര്യാദയ്ക്ക് മടങ്ങിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ അനുഭവിച്ച് വലിയ ഖേദത്തോടു കൂടി യാ ഹസ്രത യാ നദാമ, നാളെ കിതാബുകൾ കയ്യിലേക്ക് തരും. എന്നിട്ട് പറയുന്നു, വായിച്ചു നോക്കിയാട്ടെ. അള്ളാഹുനോട് പറയും, സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നു, മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാ പടച്ചോനെ, ഇതെന്തൊരു കിതാബാ പടച്ചോനെ, ഞാൻ ചെയ്തതെല്ലാം ഇതിലുണ്ടല്ലോ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, അള്ളാഹുവേ, ഞാൻ ചെയ്ത ചെറുതും വലുതും ഒന്നും ഇതിൽ എഴുതാതെ മാറിപ്പോട്ടില്ലല്ലോ അള്ളാഹു. ഞാൻ ഒളിച്ചു ചെയ്തതാണ്, ആരും കാണാതെ ചെയ്തതാണ്, അവന് പണി കൊടുക്കാൻ ചെയ്തതാണ്, എല്ലാം അള്ളാഹു അതിൽ സുദൃഢമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരായ, അതുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് പോയി നിൽക്കാതെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആ ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി, നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭഗ്നിമാർ, നബിതങ്ങളുടെ മക്കൾ, അവർ ജീവിച്ച് കാണിച്ചു തന്ന വഴിയെ പിൻപറ്റി നമ്മളും നമ്മുടെ മക്കളെയും നമ്മൾ ആ രീതിയിൽ ജീവിക്കുന്നു. മക്കളെ ചെറിയ പ്രായത്തിലെ നിങ്ങൾ ആ വഴിയിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർ ആ വഴിയിലേക്ക് വരും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു,
അവരുടെ മാതാപിതാക്കളാണ് അവരെ മജൂസിയാക്കുന്നത്, തീ ആരാധകയാക്കുന്നത്, അല്ലെങ്കിൽ വിഗ്രഹാരാധനയാക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കുന്നത്, ഹൈന്ദവനാക്കുന്നത്, മുശ്രിക്കാക്കുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അഥവാ നമ്മൾ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നോ അവർ ആ രീതിയിൽ വളർന്നു വരും. നാളെ ആഖിറത്തിൽ നമുക്ക് അവർ എതിരെ സാക്ഷി പറയാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിൽ തൊട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അള്ളാഹ് നബി എന്ന് പറയുമ്പോൾ നമുക്കൊരു പഴഞ്ചനായിട്ട് തോന്നും, നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച കുടുംബജീവിതത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സാമൂഹിക ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. കച്ചവടത്തെക്കുറിച്ച് പഠിച്ചു നോക്കി. നബിതങ്ങളുടെ വിനോദത്തെക്കുറിച്ച് പഠിച്ചു നോക്കി. നിങ്ങൾക്ക് ഈ ലോകത്ത് വേറൊരു വ്യക്തിയെയും ഇതിന് പകരമായി വെക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ കുറെ കേൾക്കുന്നു, പക്ഷെ നബിതങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല, നബിതങ്ങളുടെ ജീവിതം പഠിക്കുന്നില്ല, സ്വഭാവം പഠിക്കുന്നില്ല, പെരുമാറ്റം പഠിക്കുന്നില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹുവാണ് റബ്ബെന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, പിന്നെ അവർ ഉറച്ചു നിന്നു. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരണപ്പെടാൻ പോകുന്ന സന്ദർഭം അവരിലേക്ക് മലക്കുകൾ കുടുകുടാ ഇറങ്ങി വരും. ധാരാളം മലക്കുകൾ വരിയായി വരും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട കേട്ടോ, വിഷമിക്കണ്ട. നിങ്ങൾ വിട്ടിട്ട് പോകുന്ന മക്കൾ, നിങ്ങൾ വിട്ടിട്ട് പോകുന്ന സ്വത്ത്, അതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന ഖബറിലേക്കാണ്, അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗമില്ലേ, അത് നിങ്ങൾക്ക് ഇതാ അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ, നിങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ, നിങ്ങൾ ദിക്ർ ചെയ്യുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആര്? മലക്കുകൾ. നമ്മുടെ മജ്‌ലിസിൽ മലക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ഏതെല്ലാം നന്മകൾ ചെയ്തോ, ഏതെല്ലാം സൽപ്രവർത്തനങ്ങൾ ചെയ്തോ, ആ സമയത്ത് മുഴുവനും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വഫിൽ ആഖിറ, ഇന്നല്ല നാളെ മരിച്ചു നിങ്ങൾ പോകുമ്പോൾ അവിടെയും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. അഥവാ കൂട്ടുകാരായി, ദുനിയാവിലെ കൂട്ടുകാർ തന്നെ ആഖിറത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അഥവാ മലക്കുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലദി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഊൻ, നിങ്ങൾ ഇന്ന് ദുനിയാവിന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കിട്ടണം, ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം കിട്ടണം, മനസ്സാഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കണം, അതല്ലേ നമ്മുടെ ചിന്ത. അല്ലാഹു പറയുന്നു, വലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹാ ആ സ്വർഗ്ഗത്തിൽ, മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്ന എന്തുമാണോ അത് മുഴുവനും അവിടെ ലഭിക്കുന്നതാണ്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിരുന്ന് സൽക്കാരമാണ്. പടച്ചവൻ അവനെ കാണാതെ അല്ലാഹുവിനെ അനുസരിച്ച് ആരാധിച്ച് കഷ്ടപ്പെട്ട് നോമ്പ് പിടിച്ച്, നമ്മളിന്ന് നോമ്പ് പിടിച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് സഹോദരിമാരെ? നമുക്ക് ആരും കാണാതെ വെള്ളം കുടിക്കാം. പക്ഷെ ആര് കാണും? അല്ലാഹു കാണും. പടച്ചവന് വേണ്ടി നമ്മൾ നോമ്പ് പിടിച്ചു. വേറെ ആരും നമ്മുടെ നോമ്പിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയില്ല. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇത് വഴിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിന്റെ ഓരോ സമയത്തെയും പ്രവർത്തനങ്ങൾ അള്ളാഹു കാണുന്നുണ്ട്. വേറെ ആരെയും ബോധിപ്പിക്കേണ്ട. പടച്ചവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകൾ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. മനസ്സിന്റെ കട്ടുനോട്ടങ്ങളെ പടച്ചവൻ അറിയുന്നുണ്ട്. ആരെ മറച്ച് എന്തെല്ലാം ചെയ്താലും ഞങ്ങൾ അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ സാധിക്കും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി. പക്ഷേ പടച്ചവന്റെ കണ്ണ് മറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച് അവനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മരിക്കാനുള്ള അള്ളാഹുവിന്റെ വലിയ ഔദാര്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കൊണ്ട് അത് കരസ്ഥമാക്കാൻ നമുക്കെല്ലാം അള്ളാഹു ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നാം ചെയ്ത കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ, അതിൽ വന്നുപോയ വീഴ്ചകളെ മാപ്പാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അർഹമുർ റഹീമായ അല്ലാഹുവേ, കരുണയുള്ള രക്ഷിതാവേ, പടച്ചവനെ
യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പാവങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പടച്ചവനെ. നിന്നോട് അനുസരണക്കേട് കാണിച്ചിട്ടുള്ളവരാണ് അല്ലാഹ്. നിന്നോട് ധിക്കാരം കാണിച്ചിട്ടുള്ളവരാണ് അല്ലാഹ്. പടച്ചവനെ, നിന്റെ കൽപ്പനകൾ ഞങ്ങൾ മാറ്റി വെച്ചവരാണ് പടച്ചവനെ. അതിനോട് ധിക്കാരപൂർവ്വം മാറ്റി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞങ്ങൾ നടക്കാൻ ആഗ്രഹിച്ചു പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ നീ നന്മകളിലേക്ക് വലിച്ചു ചേർക്കണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ മനസ്സിനെ നന്മകൾ ഇഷ്ടമുള്ളതാക്കണേ പടച്ചവനെ. തിന്മകളിൽ നിന്ന് അല്ലാഹുവെ ഞങ്ങൾ എത്ര അങ്ങോട്ട് പോയാലും നീ വലിച്ചു മാറ്റിക്കളയണേ പടച്ചവനെ. യാ അല്ലാഹ്, തിന്മകളിൽ നിന്ന് മാറ്റിക്കളയണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ തൗഫീഖ് താ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ തൗഫീഖ് താ പടച്ചവനെ. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നോക്കാനുള്ള ഇട വരുത്തല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ നാക്കിൽ നിന്ന് സൂക്ഷിക്കണേ പടച്ചവനെ. മോശപ്പെട്ട വാക്കുകൾ പറയാൻ ഇടവരുത്തല്ലേ അല്ലാഹുവെ. മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവരുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന സംസാരം ഞങ്ങളുടെ നാവിൽ നിന്ന് വരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, റമദാൻ കൊണ്ട് ഞങ്ങൾക്ക് നാക്ക് നന്നാക്കാൻ തൗഫീഖ് താ പടച്ചവനെ. യാ അല്ലാഹ് യാ അല്ലാഹ്, ഞങ്ങളുടെ ചെവി നീ നന്നാക്കണേ പടച്ചവനെ. മറ്റുള്ളവരുടെ ഗീബത്ത് ഫസാദ്, മറ്റുള്ളവരുടെ കുശുമ്പ് കുന്നായ്മകൾ ചെന്ന് കേൾക്കുന്ന അവസ്ഥ വരുത്തില്ലേ പടച്ചവനെ. ആരെങ്കിലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞാൽ നോമ്പാണ്, തൽക്കാലം മാറ്റിവെക്ക് അല്ലാഹു. അങ്ങനെ പിന്മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ പടച്ചവനെ. യാ അല്ലാഹ്, മോശമായ സംസാരം കേൾക്കാൻ ഇടവരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ചിന്തകളെ നീ നന്നാക്കിത്താ അല്ലാഹുവേ. മറ്റുള്ളവരോടുള്ള പകകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്താ പടച്ചവനെ. ആരോടും സംസാരിക്കാൻ, ആരുടെ മുന്നിലും പുഞ്ചിരിച്ച് കാണിക്കാൻ, എല്ലാവരോടും ചേർന്ന് നിൽക്കാനുള്ള വിശാലമായ സുന്ദരമായ കെട്ടില്ലാത്ത അഴുക്കില്ലാത്ത മനസ്സ് തരണേ അല്ലാഹ്. യാ അല്ലാഹ്, അഴുക്കില്ലാത്ത മനസ്സ് തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ, പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു നീ പറഞ്ഞല്ലോ അല്ലാഹ്, ശുദ്ധമായ മോശത്തരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയുള്ളൂ എന്ന് പടച്ചവനെ. ഞങ്ങൾക്ക് നീ നല്ല ഹൃദയം നൽകണേ അല്ലാഹ്, നല്ല മനസ്സ് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, കുശുമ്പ് മാറ്റിത്തരണേ അല്ലാഹ്, അസൂയ മാറ്റിത്തരണേ പടച്ചവനെ, അഹങ്കാരം മാറ്റിത്തരണേ പടച്ചവനെ. ഇതെല്ലാം മാറുന്നതിനായി പടച്ചവനെ വിനയത്തോടുകൂടി ദിക്ർ ചെയ്യാൻ തൗഫീഖ് താ അല്ലാഹ്. വിനയത്തോടുകൂടി നിന്റെ മുന്നിൽ കരയാൻ തൗഫീഖ് താ അല്ലാഹ്. യാ അല്ലാഹ്, രാത്രിയിൽ അള്ളാഹു അത്താഴത്തിന് എഴുതിയിരിക്കുന്ന സമയം അല്ലാഹ് തഹജ്ജുദ് നമസ്കരിച്ച് നിന്നോട് ഇരക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. കർമ്മങ്ങൾ പാഴായി പോകുന്ന അല്ലാഹുവേ, ഏതെല്ലാം കാര്യങ്ങൾ ഞങ്ങളിൽ വരാറുണ്ടോ അത് ഉടമസ്ഥനായ പടച്ചവനെ ഞങ്ങൾക്ക് നീ മാറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ നീ നന്നാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾ മോശക്കാരാണ് അല്ലാഹുവേ. അല്ലാഹു, ഞങ്ങൾ മോശക്കാരാണ് അല്ലാഹ്. നിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത പാവപ്പെട്ടവരാണ് പടച്ചവനെ. യാ അല്ലാഹ്, ഏതെങ്കിലും ഒരു നന്മ സ്വീകരിച്ച് ഞങ്ങളെ ഈ സ്വർഗത്തിൽ കേട്ടണേ അല്ലാഹുവേ. ഏതെങ്കിലും ഒരു നന്മ സ്വീകരിച്ച് നീ സ്വർഗത്തിൽ കേട്ടണേ അല്ലാഹുവേ. സ്വർഗം നിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, മുത്തഖീങ്ങൾ, സാദിഖീങ്ങൾ, സാലിഹീങ്ങളെ കൊണ്ട് നിറയുന്ന ഇടമാണല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾക്ക് നീ ഇടം നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പിടപ്പ് നൽകണേ അല്ലാഹുവേ. പേടി നൽകണേ അല്ലാഹുവേ. അല്ലാഹു, ഇന്നത്തെ ലോകത്ത് യാതൊരു പേടിയുമില്ലാതെ നിനക്ക് എതിരായി ജീവിക്കുന്നവരാണ് ഞങ്ങൾ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ പേടി നൽകണേ പടച്ചവനെ. യാ അല്ലാഹ്, ഓരോ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടച്ചവൻ, നിന്റെ പരീക്ഷണങ്ങൾ അല്ലാഹു, വലിയ വലിയ രാജ്യങ്ങളിൽ ഞങ്ങൾ കണ്ടു. നിന്റെ അണയ്ക്കാൻ പറ്റാത്ത തീ ഞങ്ങൾ കണ്ടു അല്ലാഹുവേ. യാ അല്ലാഹ്, കടലിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടു അല്ലാഹുവേ. യാ അല്ലാഹ്, ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയി പടച്ചവനെ. എന്നിട്ടും ഞങ്ങളുടെ മനസ്സിൽ അതൊന്നും ഏശിയില്ല അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളെ നന്നാക്കി താ പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സുകളെ നീ ഒന്നാക്കി താ പടച്ചവനെ. മനസ്സുകളിലുള്ള അകൽച്ച നീ മാറ്റണേ പടച്ചവനെ. അല്ലാഹു, ആരെങ്കിലും മനസ്സ് 3 ദിവസത്തിൽ കൂടുതൽ പിണക്കത്തിൽ കഴിഞ്ഞു പോടിയാൽ ഏത് വലിയ പാപമോചനം നൽകുന്ന രാത്രിയും അവന്റെ കാര്യം അല്ലാഹുവെ മാറ്റി വെക്കുമല്ലോ പടച്ചവനെ. അവരുടെ ഫയൽ അങ്ങോട്ട് മാറ്റി വെക്കാൻ അല്ലാഹു നീ മലക്കുകളോട് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു പടച്ചവനെ. അല്ലാഹുവെ, പിണക്കം മാറ്റി തരണേ അല്ലാഹുവെ. എല്ലാവരുമായി ഇണങ്ങാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഇണക്കമുള്ളവർക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയുമല്ലോ പടച്ചവനെ. പടച്ചവനെ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. നിസ്കാരം നല്ല രീതിയിൽ പഠിച്ച് നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. നല്ല രീതിയിൽ വുളൂ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പാവങ്ങൾ കഴുകി ഒലിച്ചു പോകുന്ന വുളൂ നൽകണേ അല്ലാഹുവേ. അല്ലാഹു, നിന്റെ മുമ്പിൽ വിനയത്തോടുകൂടി ആസ്വദിച്ച് നിസ്കരിക്കാൻ തൗഫീഖ് പടച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിക്റിനെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ കടങ്ങൾ മാറ്റി തരണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം ഹജ്ജിന് അർഹരാണോ അല്ലാഹു ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഇല്ലെങ്കിലും ഞങ്ങളെല്ലാം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് പടച്ചവനെ. യാ അല്ലാഹ്, ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങൾക്ക് നീ ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു, അഹ്ലുൽ ബദറിന്റെ പോലെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. ബദരീങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ജീവിതമാക്കി മാറ്റാൻ തൗഫീഖ് പടച്ചവനെ. അല്ലാഹു, അവരുടെ ജീവിതത്തിൽ അല്ലാഹു നിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളാകാൻ ആഗ്രഹിച്ചു പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾ ഇനിയും ജീവിക്കണം, കുറെ അടിച്ചു പൊളിക്കണം എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടിയാണ് പടച്ചവനെ. ഞങ്ങൾക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് പടച്ചവനെ.
അള്ളാഹുവേ ഈമാനുള്ള മരണം തരണേ അല്ലാ. ഞങ്ങൾ തെറ്റുകൾ ചെയ്യുന്ന അവസ്ഥയിൽ നീ മരിപ്പിക്കില്ല അല്ലാ. ഞങ്ങൾ തെറ്റുകൾ ചെയ്യുന്ന അവസ്ഥയിൽ നീ മരിപ്പിക്കില്ല അല്ലാ. അല്ലാ ഞങ്ങൾ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ്, പഠിച്ചവരെ സംസാരിക്കുന്നവരാണ് അല്ലാഹുവേ. അല്ലാ മോശമായ സംസാരത്തിന്റെ സമയത്ത്, മോശമായ ബന്ധത്തിന്റെ സമയത്ത്, മോശമായ പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അല്ലാഹു ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളെ നല്ല രീതിയിൽ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഇസ്സത്ത് അന്തസ്സ് നഷ്ടപ്പെടുന്ന രീതിയിൽ നീ മരണം ഉണ്ടാക്കല്ലേ പഠിച്ചവനെ. അല്ലാ ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വലിയ മാന്യന്മാരാണ് പഠിച്ചവനെ. അല്ലാ ഞങ്ങളുടെ കുറവുകൾ നിനക്കറിയാം പഠിച്ചവനെ. ഞങ്ങളുടെ കുറവുകൾ നിനക്കറിയാം അല്ലാഹുവേ. അല്ലാ ഞങ്ങൾ ആരെല്ലാം മറച്ചു പിടിച്ചാലും നിനക്കതെല്ലാം അറിയാമല്ലോ അല്ലാ. പകൽ വെളിച്ചം പോലെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനായ അല്ലാ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ നീ സ്വർഗത്തിന് അവകാശികളാക്കണേ അല്ലാഹുവേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.